അപ്പൊ തന്നെ നമ്മൾ അതിന്റെ പിറ്റേന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ആദ്യം വടകര, അപ്പം 5ാമത്തെ ഫൈനൽ വിന്നർ, ഇന്നത്തെ ഫൈനൽ വിന്നർ, ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ വിന്നർ അതാക്കണം ഇപ്പൊ കോൾ ചെയ്യുന്നതാണ്. ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് വന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ നമ്മൾ ഇട്ടീനും. നമ്മൾ പുതുതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നാണ് ലോഞ്ചിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഈ കാര്യം നിങ്ങളുടെ അടുത്തോടെയും പറയണമെന്ന് വിചാരിച്ച്. കമ്പനിന്റെ പേര് ഒക്ടാഡ് എന്നാട്ടോ. ഒക്ടാഡ് എന്നാണ്. പിന്നെ നമ്മൾ മാത്രല്ല, ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സും ഒക്കെ കൂടിയുള്ള ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു 3-4 വീഡിയോന്റെ മുമ്പായിട്ട് നമ്മൾ മലപ്പുറത്ത് 2-3 പ്രാവശ്യം വന്ന്. അപ്പൊ എല്ലാവരും കമന്റ് ചോദിച്ചു, നിങ്ങൾ എന്താ ഒരുമിച്ച് എല്ലാവരും ഇങ്ങനെ കൂടിയത് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ തന്നെ നമ്മൾ അതിന്റെ പിറ്റേന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ സൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യുന്നത് കാണിച്ചു തോന്നുന്നില്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലപ്പുറത്ത് വെച്ചാണ് നടക്കുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ പോണ പോക്കിൽ ഇൻട്രോ എടുത്തിട്ട് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. മാത്രല്ല അന്ന് ലോഞ്ചിങ് നറുക്കെടുപ്പും കൂടി ഉണ്ട്. 5 ആൾക്ക് ഇന്ന് കിട്ടാൻ കൊടുക്കാൻ. അപ്പൊ ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. ഞങ്ങൾക്കും അറിയണം. അതെ അതെ. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ ഇത് ലോഞ്ചിങ് നറുക്കെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട നറുക്കെടുപ്പുകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുക, അത്ര മാത്രല്ലേ. 30 പവൻ മെയിനായിട്ട് ഇന്ന് ലോഞ്ചിങ് നറുക്കെടുപ്പിൽ ആർക്കാ കിട്ടണെന്ന് കാണണല്ലോ. അതെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. എന്റെ കുടുംബക്കാർ കുറെ ആൾക്കാർ എടുത്തിക്കണ്, അതുപോലെ തന്നെ അങ്ങനെ കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആർക്കാണ് കിട്ടുകയെന്ന് അറിയില്ല, കുടുംബക്കാർക്കായാലോ അതല്ലെങ്കിൽ നിങ്ങൾക്കായാലും. നിങ്ങളും നമ്മളെ കുടുംബം പോലെ തന്നെയാണ്. നമ്മളിൽ ആരെങ്കിലും കിട്ടട്ടെ എന്നാണ് നമ്മള് പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അല്ലേ? എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിക്കിന്. അതെ അതെ. അപ്പൊ നമ്മുടെ ടീമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് 30 പവൻ സ്വർണ്ണാണ്. പിന്നെ ഷിഫ്റ്റ് കാറുണ്ട്, അതുപോലെ ബൈക്കൊന്നും ഇല്ലാത്ത സ്കൂട്ടിയൊക്കെ, പെണ്ണുങ്ങൾക്കൊക്കെ സ്കൂട്ടിക്കൊക്കെ ഒരുപാട് ഹെൽപ്പാണല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് സ്കൂട്ടി ഉണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇത് വെറും 5 ഡയമണ്ട് മാത്രമേ നറുക്കെടുക്കുന്നുള്ളൂ. അതെ, ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അത്രയും ആൾക്കാരൊക്കെ ചോദിക്കുന്നത് 10 AC കിട്ടിയിട്ട് എന്താക്കാനാ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. 10 AC അല്ല കിട്ടുക, ഒരാൾക്ക് ഒരു AC. നറുക്കെടുപ്പിൽ ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു AC ആണ് കിട്ടുക. അങ്ങനെ. പക്ഷെ അല്ല, പിന്നെ അതുപോലെ തന്നെ ഈ നറുക്കെടുത്തിട്ട് കിട്ടിയ ആളെ നമ്മൾ പിന്നെ ഒഴിവാക്കൂല. പിന്നെ അയാളത്തെ നറുക്കിലിടും. അയാൾ ഈ തീർന്ന വരെയുള്ള നറുക്കിൽ വരെ ആളുണ്ടാവും. അതെ അതെ. അപ്പൊ ഭാഗ്യണ്ട്, അങ്ങനെയും കിട്ടും, അറിയൂല. അപ്പൊ ഏതായാലും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, കൂപ്പന്റെ കാര്യങ്ങളും ബെഡ്ഷീറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാലോ. അപ്പൊ നമ്മളെ ആദ്യ പ്രൊഡക്റ്റ് നിൽക്കാണ് നമ്മളിപ്പോ ബെഡ്ഷീറ്റ് നമ്മൾ നിങ്ങളിലേക്ക് ഇറക്കിയത്. അപ്പൊ അതിന് 1699 രൂപയാണ് അതിന്റെ MRP വരുന്നത്. നിങ്ങൾക്ക് അറിയാം, വീണ്ടും വെറുപ്പിക്കാൻ എന്നാലും വേണ്ടിയിട്ട് ഒന്ന് പറയാണ്. അപ്പൊ 1699 രൂപന്റെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം നമ്മൾ ഓഫറിൽ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 1000 രൂപക്കാണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു കൂപ്പണും കൊടുക്കും. 1000 രൂപന്റെ ബെഡ്ഷീറ്റ് 2 വാങ്ങാണ്, അതിന്റെ കൂടെ 3 കൂപ്പൺ കൊടുക്കും. പിന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് ആണ്. നല്ല നീളം വലിപ്പൊക്കെ ഉള്ള ബെഡ്ഷീറ്റ്. അതെ, കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് തോന്നും ചിലപ്പോൾ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കളർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നും. അങ്ങനൊന്നുമില്ല, ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റ് നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു, ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അത് നീങ്ങിപ്പോവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പം ഈ എമൗണ്ടിനുള്ള സാധനം നല്ല ബെഡ്ഷീറ്റ് ആയിട്ടാണ്. അപ്പൊ ഏതായാലും പിന്നെ മാക്സിമം ബെഡ്ഷീറ്റ് വാങ്ങാത്ത ആൾക്കാർ, ഇനിയും ബെഡ്ഷീറ്റ് വാങ്ങാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, ആവശ്യമുള്ള ആൾക്കാർ. അപ്പൊ ഓലൊക്കെ ഇത് വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യാം. അതെ, ഏതായാലും അതിന്റെ ലോഞ്ചിങ് നറുക്കെടുപ്പിൽ ആരാണ് വിന്നർ, അതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം. ഓക്കെ. അപ്പൊ ഏതായാലും ഫുള്ള് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെ, ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓക്കെ, നമ്മൾ ഏതായാലും
പോയിട്ട് കാണാം, അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മുടെ ഒക്ടാഡ് ഗ്രൂപ്പിന്റെ ലോഞ്ചിങ് ഇവിടെ നടക്കുകയാണ്. ഞങ്ങളോട് വരുമ്പം ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ലോഞ്ചിങ്ങിന്റെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അപ്പൊ ആ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഡയമണ്ടിന്റെ റിങ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കൊടുക്കുകയാണ്. 5 പേർക്കാണ് നമ്മളിപ്പം പിന്നെ റിങ് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചത്. അതായത് ലോഞ്ചിങ് നറുക്കെടുപ്പ് 5. അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ബെഡ്ഷീറ്റ് ആണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ, ബെഡ്ഷീറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഡയമണ്ടിന്റെ റിങ് ഇതാക്കണം. ഇതാണ് ആരാണ് ഈ ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അറിയാം. ഇതാണ് നമ്മുടെ കൂപ്പൺ സാധനങ്ങളൊക്കെ വരുന്നത്, ഇതിലാണ് കൂപ്പൺ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൗഫലിന്റെ കയ്യിലാണ് കേക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം, ഇൻസ്റ്റയിലൊക്കെ നിങ്ങളിപ്പോൾ കുറേ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നൗഫലുണ്ട്, ഷമീർ ഉണ്ട്, കമാൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അൻഷിഫ് മോയിക്കൽ ഉണ്ട്. അൻഷിഫ് മോയിക്കൽ കാണിച്ചു കൊടുക്ക്. അതെ, പിന്നെ ഇനി ആരുള്ള ആശുണ്ട്, പിന്നെ ഓലൊക്കെ നമ്മളെ ഫാമിലി, നമ്മൾ ഈ ഒരു സർക്കിളിലാണ് ഇപ്പം നമ്മൾ. ഇതാണ് ഇതിൻ്റെ ഓണർമാർ. അപ്പം നമ്മൾ ഇതാക്കുന്ന നമ്മൾ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ചിങ് കഴിയും. അത് കഴിയും നമ്മളെ നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഏതായാലും പിന്നെയും പറയാണ്, ഇത്രയും ആൾക്കാരെ പ്രതീക്ഷയും സ്വപ്നവുമാണ്. അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ഇതിലേക്ക് പോവല്ലേ, പരിപാടിയിലേക്ക് പോവല്ലേ. Something that is topical, rub it on and watch it go. Make yourself unstoppable, dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാക്കുന്ന ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഷെമിക്ക് ഇതാക്കുന്ന ഒരു പീസ്. ഷെമിയ ഷുഗർ ഉണ്ടോ? ഞാൻ പക്ഷെ കേക്ക് കഴിക്കില്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഏതായാലും നറുക്കെടുപ്പാണ് നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ നറുക്കെടുപ്പ് നടത്തല്ലേ? എന്തെങ്കിലും കുറവുണ്ടോ? കുറവെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മളേതായാലും നോക്കുക, നറുക്കെടുപ്പ് നടക്കുകയാണ്. അപ്പൊ ആദ്യം നറുക്കെടുപ്പാണ് നടക്കുന്നത്. 1 2 3 4 5 6. പക്ഷെ 5 എണ്ണം എടുക്കാൻ പറ്റും, 5 എണ്ണം എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നറുക്കാരെടുക്കാൻ പോണേ? ആദ്യം നറുക്കാരാ? ആദ്യം നറുക്ക് ക്ഷമിയ അങ്ങനെ പോണേ? ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ വിജയ് ആരാന്നുള്ളത് ഡും ഡും മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഫസ്റ്റ് നറുക്കെടുപ്പ് ഇതാണ് എടുക്കുന്നത്. പേരൊന്ന് വായിക്കും. നമ്പർ നമ്മളൊന്ന് ബ്ലർ ചെയ്യും കേട്ടോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ 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 സെറ്റ് സെറ്റ് അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. ഷഹാന ഷഹാന വിളിക്ക് വിളിക്ക് അപ്പൊ ഈ ഷഹാനനെ വിളിക്കുകയാണ്. ഇല്ല, നമ്പർ നമ്മൾ മ്യൂട്ട് അടിക്കും. ഹലോ, ഞങ്ങള് ഒക്ടാഡ് ഗ്രൂപ്പിന്റെ ഒരു ഇതിൽ കൂടിയിരുന്നില്ലേ, ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്തിരുന്നില്ലേ? അതിൽ ഇന്ന് നമ്മളൊരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു, 5 ഡയമണ്ട് റിങ്. അപ്പം അതിൽ 1 നിങ്ങൾക്കാണ് അടിച്ചിട്ടുള്ളത്, ഡയമണ്ട് റിങ്. അപ്പം അത് വാങ്ങാൻ നിങ്ങളെവിടെയാണ് സ്ഥലം? അപ്പം നിങ്ങളത് വാങ്ങാൻ ഒരു ദിവസം നമ്മൾ പറയുന്ന ഒരു ദിവസം ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പം കൂടുതൽ ഞങ്ങൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളെ കൂപ്പണ് അതേ കൂപ്പൺ ഇനി വീണ്ടും ആ അതിൽ തന്നെ ഉണ്ട് കേട്ടോ, ബമ്പറിലും ഉണ്ടാവും നിങ്ങളെ നറുക്കെടുപ്പ്. അത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കണോണ്ടാ. നിങ്ങൾ എന്നാ പർച്ചേസ് ചെയ്ത്? എന്നാ പർച്ചേസ് ചെയ്ത്? അത് വരും, 20 ദിവസമാണ് നമ്മളെ ബെഡ്ഷീറ്റ് അവിടെ എത്താനുള്ള സമയം കേട്ടോ. ഓക്കെ എന്നാ. അപ്പൊ ഗൈസ്, അപ്പൊ ആദ്യം വടകര. ഓക്കെ, ഇനി നമ്മൾ ഇതാക്കുന്ന രണ്ടാമത്തെ നറുക്കെടുപ്പ്
ഫോട്ടോ അയച്ചു കൊടുക്കൽ പരിപാടിയാണ്. അതിനി ബമ്പറിലും കൂട്ടും. ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട് ബമ്പറിലും കൂട്ടും നമ്മള്. ബമ്പറിലും കൂട്ടും. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ഷെമിയാണ് എടുക്കുന്നത് ഗൈസ്. ഷെമി ഒന്നേ എടുക്കാം കേട്ടോ. പേര് വായിച്ചോ, ഇനി വായിച്ചോ. മൊബൈൽ നമ്പർ കാണണ്ട. ഷിഫാന എവിടെ സ്ഥലം? മഠത്തിൽ. 520 കോൾ ചെയ്തോന്നാല്. ഷിഫാന എം മഠത്തിൽ ഹൗസ് 529 ലാസ്റ്റ് നമ്പർ. കൂപ്പൺ കോഡ് 1121. രണ്ടാമത്തെ വിജയ് ഇതാക്കണ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഗൈസ്. ഇനി മൂന്നെണ്ണം. ഒന്ന് നമ്മൾ ഓൾറെഡി എടുത്ത്, രണ്ടാമത്തെ എടുത്ത്, ഇനി മൂന്നെണ്ണം. രണ്ടാമത്തെ എടുത്ത്. ഓക്കെ. എന്താ പേരെന്തായിരുന്നു? ഷിഫാനല്ലേ? ഞങ്ങൾ മറ്റേ ഒക്ടാഡ് ഗ്രൂപ്പിന്റെ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്തിനില്ലേ? അതിൻ്റെ ഇന്നൊരു ചെറിയ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. 5 ഡയമണ്ട് റിങ് കൊടുക്കുന്നത്. 100 ഡയമണ്ട് റിങ്ങിൽ 5 എന്നായിരുന്നു. അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഡയമണ്ട് റിങ്. നിങ്ങൾ വീട് എവിടെ? കണ്ണൂരോ? ഓക്കെ. അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളെ ഒരു ദിവസം ഇവിടെ നിങ്ങൾ വരണം അത് വാങ്ങാൻ വേണ്ടിയിട്ട്. വിളിക്കുന്ന സമയത്ത് വന്നാൽ മതി കേട്ടോ. ഓക്കെ, എന്നാൽ ശരി. ഈ നമ്പറിൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഈ നമ്പറിൽ നിങ്ങളെ വിളിക്കും കേട്ടോ. ഓക്കെ. 2 കണ്ണൂർ അടിച്ചിരിക്കുന്നു ഗൈസ്. ഇനി മൂന്നാമത്തെ വിന്നറെ തിരഞ്ഞെടുക്കുകയാണ്. ലാമിയാണ് തിരഞ്ഞെടുക്കുന്നത് മൂന്നാമത്തെ വിന്നറെ. മലപ്പുറം കോഴിക്കോട്. ഇനി അത് നമ്മൾ നോക്കുക. എന്താ ഷംനി നിവാസ് അഡ്രസ് ഇട്ടോ. 1109 കൂപ്പൺ നമ്പർ. ഫോൺ നമ്പർ 044. ഏത് ജില്ലക്കാരാണ് നോക്കാം. എന്ത് കൂപ്പൺ? ചോപ്പ് കൂപ്പൺ. അതായത് ഷംനീദ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. വാട്സാപ്പിൽ അറിയിക്കും. കാരണം നറുക്ക് ഓൾക്ക് കിട്ടിയതാണ്. വാട്സാപ്പില് ഷംദാന്റെ പേര് ഷംനീദ. അപ്പം മൂന്നാമത്തെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഏതായാലും നമ്മൾ 4ാമത്തെ നറുക്കാണ് ഇനി എടുക്കുന്നത്. ഇനി ആകെ 2 നറുക്ക് കൂടി ആട്ടോ ഗൈസ് ഉള്ളത്. അപ്പം ഇനി ഇതാ തസ്കിനാണ് എടുക്കുന്നത്. എടുത്തോളൂ. കമോൺ. കൂപ്പൺ നമ്പർ 913. ഓക്കെ. അപ്പൊ ഗൈസ് അടുത്ത അബ്ദുള്ള ടിവിനെ ഇതാ വിളിക്കുകയാണ്. ഇനി നമ്മൾ എത്ര റിംഗ് കൂടിയാണല്ലോ? ഒന്നുകൂടിയല്ലേ ഉള്ളത്? ഇനി ഒന്നുകൂടിയാണുള്ളത്. അസ്സലാമലൈക്കും. അബ്ദുള്ള ടിവി അല്ലേ? ഫൗസിയ മൻസിൽ. നിങ്ങളെ ഒക്ടാഡ് ഗ്രൂപ്പിന്റെ ബെഡ്ഷീറ്റ് എടുത്തിനില്ലേ?
അപ്പൊ അതിന്റെ ഒരു ഇന്നൊരു ചെറിയ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. 5 ഡയമണ്ട് റിങ്ങിന്റെ ഫസ്റ്റ് നറുക്കെടുപ്പ് ഇന്നായിരുന്നു. അപ്പൊ അതില് 918 നമ്പർ, അതായത് നിങ്ങളെ കൂപ്പണാണ് ഒന്നടിച്ചിട്ടുള്ളത്. അപ്പൊ അല്ല, ഡയമണ്ട് റിങ് 100 പേർക്ക് ഡയമണ്ട് റിങ് ഉണ്ടായിരുന്നല്ലോ. അതിൽ 5 നമ്മള് ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നറുക്കെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നറുക്കെടുപ്പ് വയ്യാലെ വരും. ഇല്ല, അത് ഇനി നിങ്ങൾക്ക് ഇപ്പൊ എടുത്തത് 5 ഡയമണ്ട് റിങ്ങിലാണ്. അതിലൊന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കൂപ്പണ് ബോക്സ് തന്നെ ഇടും. എന്നിട്ട് ബമ്പറിലൊക്കെ അതെ അതെ അത് ഇടും കിട്ടിയതൊക്കെ ഇടും. നിങ്ങൾ എവിടെയാണ് സ്ഥലം? ബെഡ്ഷീറ്റ് വരും. അത് ഒരു കൊറിയർ അയച്ചിട്ടേ ഉള്ളൂ. ഇല്ല അപ്പൊ നിങ്ങളീ മലപ്പുറത്ത് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോടും ഇങ്ങോട്ട് വരാൻ പറയുക, എന്തെങ്കിലും ചെയ്യണം. കാരണം നമുക്ക് 5 ഇത് ഡയമണ്ട് അല്ലേ, അങ്ങനെ വിടാൻ പറ്റൂലേ. ആരെങ്കിലും നിങ്ങളെ പരിചയക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു സമയത്ത്, കാരണം നമുക്ക് 5 ആൾക്കും ഒപ്പം ഇത് ഡെലിവറി കൊടുക്കണം. 5 ആളാണുള്ളത്, 5 ആൾക്കും ഒപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അപ്പൊ 5-മത്തത് പയ്യന്നൂർക്ക് കൊണ്ടുപോയി. പയ്യന്നൂർ 4-മത്തത് പയ്യന്നൂർ കൊണ്ടുപോയി. ഇനി ഒന്നുകൂടിയാ കണ്ണൂരാണല്ലോ. ഇനി ലാസ്റ്റ് വൺ ആരാണ് നറുക്കെടുക്കുന്നത്? ആരാണ് ആ ഭാഗ്യശാലി? സിനു. കുഞ്ഞോളാരും കൂട്ടില്ല. കുഞ്ഞോളെ നറുക്കെടുപ്പിന് ആരും കൂട്ടില്ല ഗൈസ്. അപ്പൊ ഇതാക്കണ കുഞ്ഞോളെടുത്തിരിക്കും ചിലപ്പോ എനിക്ക് കിട്ടും. മണലിക്കൽ ഗൈസ്. അതേത് ജില്ല? അപ്പം 5-മത്തെ ഫൈനൽ വിന്നർ, ഇന്നത്തെ ഫൈനൽ വിന്നർ, ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ വിന്നർ അതാക്കണം ഇപ്പൊ കോൾ ചെയ്യുന്നതാണ്. സ്റ്റോറേജ് ഫുള്ളായോ? അനസ് കോഴിക്കോട് ആവണേ. അല്ലെ തൃശ്ശൂർ ആയാലും മതി അല്ലേ? മലപ്പുറം ഗസ് ചെയ്ത് മലപ്പുറം. അപ്പൊ നമ്മള് ഇങ്ങനെ എടുക്കാത്തവരൊക്കെ വാട്സപ്പില് അറിയിക്കുണ്ടോ? ഹലോ, അസ്സലാമലൈക്കും. അനസല്ലേ? മണരിക്കൽ. നിങ്ങളെ ഓക്ടാഡ് ഗ്രൂപ്പിന്റെ ഒരു ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്തില്ലേ? അപ്പൊ നിങ്ങളെ നമ്പറിൽ ഒരു കൂപ്പൺ അടിച്ചിട്ടുണ്ട്. അതായത് ഡയമണ്ട് റിങ് 5 ഡയമണ്ട് റിങ് നമ്മൾ ഇന്ന് നറുക്കെടുത്തിട്ടുണ്ടായിരുന്നു. 100 ഡയമണ്ട് റിങ്ങിൽ 5 എന്നാണ് സ്റ്റാർട്ടിങ് ചെയ്തത്. അപ്പൊ അതിലൊന്ന് നിങ്ങളെ നമ്പറിൽ അടിച്ചിട്ടുണ്ട് 1900. അപ്പൊ നിങ്ങൾ എവിടെയാണ് സ്ഥലം? അപ്പൊ ഞങ്ങള് ഒരു ദിവസം പറയുമ്പോ മലപ്പുറം ഡയമണ്ട് അത് ഞങ്ങളൊരു എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം 5 നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. 5 ആളെയും വിളിച്ചിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം നമ്മൾ പറയാം. ഇത് വണ്ടൂര്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിവിടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാലും മതി ഈ ഭാഗത്തുള്ള. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളെ 5 നറുക്കെടുപ്പും ഇവിടെ കഴിഞ്ഞ് 5 വിന്നറെ നമ്മൾ സെലക്ട് ചെയ്ത് ഇനി ഒരു ദിവസം സെറ്റ് ആക്കിയിട്ട് ഓലെ വിളിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഇനിയുള്ള നറുക്കെടുപ്പിലും പിന്നെ ബമ്പർ നറുക്കെടുപ്പിലും ഓലെ തന്നെ ഉൾപ്പെടുത്തും. ആരും നറുക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ഉൾപ്പെടുത്താതെ നിൽക്കൂല, പിന്നെ ഉൾപ്പെടുത്തും. പിന്നെ ഇതുപോലെ തന്നെ ഭാഗ്യശാലികളിൽ ആരെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ അഡ്രസ്സിൽ ഏതെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട്. വീഡിയോ എന്താ പറയുക,
ബെഡ്ഷീറ്റ് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, ഏതായാലും ഇൻഷാല്ലാ ഇനി ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, 10,000 ബെഡ്ഷീറ്റ് അല്ലേ നമ്മൾ കൊടുക്കുന്ന, എല്ലാ ലക്ഷ്യം അങ്ങനെയൊന്നും ആവണ്ട. 10,000 ബെഡ്ഷീറ്റ് ആവണില്ല. 10,000-ന്റെ ഉള്ളിലാണ് ഈ 100 ആളുകൾക്ക് ഡയമണ്ട് റിങ്ങും 30 പവൻ സ്വർണവും കാറും 5 ആൾക്ക് സ്കൂട്ടറും 5 ആൾക്ക് AC 10 ആൾക്ക് ഫ്രിഡ്ജൊക്കെ കൊടുക്കുന്നത്. ഈ 10,000 ആൾക്കാർ ബെഡ്ഷീറ്റുകളിൽ നിന്ന് മാത്രം. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കേണ്ട. അപ്പം ഇത്രയും സമ്മാനങ്ങളും ഉണ്ട്, 10,000 ആൾക്കാരും ആയാൽ മതി. ഓക്കെ, അപ്പം ഏതായാലും ഇൻഷാല്ലാ വീഡിയോ അതിൻ്റെ പേരല്ലോ ക്ഷമേ. അപ്പം ഏതായാലും നമുക്ക് നാളെ കാണാം ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ഡയമണ്ട് റിങ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാണിക്ക് അയ്യവാ കാർഡാടാ ഡയമണ്ടിന്റെ റിങ്ങിന്റെ കാർഡ് കാണിക്ക്. കാർഡിനാണ് വില, ഡയമണ്ടിന് കാർഡിനാണല്ലോ വില. ഓക്കെ.